ചാലക്കുടിയിലെ ഒരു സ്കൂളിന്റെ ആനുവൽ ഡേയിൽ പങ്കെടുത്തു. അതിന്റെ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സ്കൂളിൽ വളരെ നന്നായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ കലാ കായിക മേഖലകളിൽ നല്ല പരിശീലനം എല്ലാ കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, മൂല്യങ്ങളിൽ ഊന്നിയ ഒരു വിദ്യാഭ്യാസ രീതിയാണ് അവിടെ നൽകുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പിന്നീട് കോളേജൊക്കെ കഴിഞ്ഞിട്ടോ അല്ലാതെയൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് അവരിറങ്ങുമ്പോൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ സമൂഹത്തിനൊരു മുതൽക്കൂട്ടാവണം, അവർ നല്ല പൗരന്മാരാവണം, അവർ ചെയ്യുന്ന റോളുകൾ വളരെ ഉത്തരവാദിത്തോടുകൂടി സമൂഹത്തിന് ഗുണകരമായിട്ട് സമൂഹത്തെ ഒരു ഉന്നതിയിലേക്ക് നയിക്കുന്ന വിധത്തിലാകണം എന്നൊക്കെയാണ് പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയ ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപോലെ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണല്ലോ കോളേജ് വിദ്യാർത്ഥികളാകുന്നത്. നമ്മുടെ പല കോളേജുകളിലും കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവർ മുദ്രാവാക്യം വിളിക്കുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു സ്വഭാവവും അവരുടെ കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അത് ഒരു പഴയ ഗ്രീക്ക് കവിയുടെ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു കോട്ടാണ്. വി റൈസ് ടു ദ ലെവൽ ഓഫ് അവർ എക്സ്പെക്റ്റേഷൻസ്, വി ഫോൾ ടു ദ ലെവൽ ഓഫ് അവർ ട്രെയിനിങ്. അതായത് നമ്മളുടെ ഒരു പ്രതീക്ഷ എത്രയാണോ അതനുസരിച്ച് നമ്മൾ വളരും, നമുക്ക് കിട്ടിയ പരിശീലനം അത് അനുസരിച്ച് നമ്മൾ താഴും അല്ലെങ്കിൽ വീഴും. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന, അതുപോലെ കോളേജുകളിൽ പഠിക്കുന്ന, അതിനുശേഷം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ എല്ലാവർക്കുമുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടുള്ള 4 കാര്യങ്ങളാണ്. തുല്യത, എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവണം, തുല്യമായിട്ട് ജോലി കിട്ടണം, തുല്യമായിട്ടുള്ള പ്രൊമോഷൻ കിട്ടാനുള്ള അവസരം വേണം, തുല്യമായിട്ട് പഠിക്കാനുള്ള അവസരം വേണം, തുല്യമായിട്ട് കായിക കലാമേളകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകും. അതൊക്കെയാണ് തുല്യത. രണ്ടാമത് സ്വാതന്ത്ര്യമാണ്. നമുക്ക് രാത്രിയിലും പകലും ഒക്കെ കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കുമൊക്കെ ഇവിടെ സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. പേടി കൂടാതെ എന്തും സത്യം പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. എന്ത് ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, എന്ത് വസ്ത്രം ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, എന്ത് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുക, എന്ത് വിശ്വസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുക. അതൊക്കെയാണ് സ്വാതന്ത്ര്യം. അടുത്തത് നീതി എന്ന് പറയും. സാമൂഹിക, സാമ്പത്തിക, അതുപോലെ രാഷ്ട്രീയ നീതി എന്ന് ആണ് അടുത്തൊരു കാര്യം. അടുത്തത് സാഹോദര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോർ വിളിക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതെ സാഹോദര്യത്തോടു കൂടി ജീവിക്കുക. അത് റോഡിലായാലും സ്ഥാപനത്തിലായാലും സ്കൂളിലായാലും കോളേജിലായാലും സമൂഹത്തിലായാലും പോർവിളിയില്ലാതെ സാഹോദര്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. ഈ 4 കാര്യങ്ങൾ: തുല്യത, സ്വാതന്ത്ര്യം, നീതി, സാഹോദര്യം. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഭരണഘടനയൊക്കെ ഉണ്ടാക്കി ഭാരതീയരെന്നും പറഞ്ഞ് ഇവിടെ കഴിഞ്ഞ 70-ലധികം വർഷമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളെ സ്കൂളുകളിൽ അയച്ച് അവർ പഠിച്ച്, അതിനുശേഷം കോളേജിൽ അയച്ച് പഠിച്ച്, അത് കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങി ഓരോരോ ജോലികൾ ചെയ്ത് ഈ രാഷ്ട്രത്തെ, ഈ നാടിനെ ആ ഒരു പ്രതീക്ഷകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഇവർ ഇറങ്ങിക്കഴിഞ്ഞ് കോളേജിലെത്തുന്നു കുട്ടികൾ. അപ്പോൾ സ്കൂളിൽ കിട്ടിയ പരിശീലനത്തിൻ്റെ ലെവലിലേക്ക് കോളേജിലെത്തുമ്പോൾ വിദ്യാർത്ഥികൾ താഴുന്നതായിട്ട് നമ്മൾ കാണുന്നത്. വി ഫോൾ ടു ദ ലെവൽ ഓഫ് അവർ ട്രെയിനിങ്. അത് ഗ്രീക്ക് കവി ആർക്കിലൂക്കിസ് പറഞ്ഞ അതേ കാര്യം. അതായത് സ്കൂളിൽ കിട്ടിയ പരിശീലനത്തിൻ്റെ ലെവലിലേക്ക് കോളേജിലെത്തുമ്പോൾ കുട്ടികൾ താഴുന്നു. കോളേജിലും സ്കൂളിലും കിട്ടിയ പരിശീലനത്തിൻ്റെ ലെവലിലേക്ക് സമൂഹത്തിലെത്തുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും, അതുപോലെ നമ്മുടെ കച്ചവടക്കാരും, അതുപോലെ കള്ളക്കടത്തുകാരും, അതുപോലെ മറ്റു പല മാഫിയ പരിപാടികൾ ചെയ്യുന്ന ബിൽഡേഴ്സ്, അതുപോലെ മണ്ണ് മാഫിയ, മണൽ മാഫിയ, കരാറുകാർ, ഇവരൊക്കെ താഴുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ സമൂഹത്തിലെ ഇന്നത്തെ ഈ ഒരു നിലവാരത്തിൻ്റെയും താഴ്ചയുടെയും കാരണം ഈ ആർക്കിലൂക്കിസ് പറഞ്ഞ വി ഫോൾ ടു ദ ലെവൽ ഓഫ് അവർ ട്രെയിനിങ്. അത് വീണ്ടും 2-3 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, കേരളത്തിൽ ഇന്ന് ഈ താഴ്ന്ന നിലവാരമാണ് എന്ന് പറയാനുള്ള, അതേസമയം നമ്മുടെ പ്രതീക്ഷ അനുസരിച്ചുള്ള തുല്യത, സ്വാതന്ത്ര്യം, നീതി, സാഹോദര്യം എന്ന് പറയുന്ന ആ പ്രതീക്ഷയുടെ ലെവലിലേക്ക് നമ്മൾ വളരുന്നില്ല. അതിന് പകരം
നമ്മുടെ പരിശീലനം അനുസരിച്ചുള്ള നിലവിലേക്ക് താഴുകയാണെന്നുള്ളതിന് 3-4 ഉദാഹരണങ്ങൾ. ഒന്ന്, പിൻവാതിൽ നിയമനം. നമ്മുടെ സംസ്ഥാനത്ത് പിൻവാതിൽ നിയമനം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ അതാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഈ പിൻവാതിൽ നിയമനം കൊണ്ട് എന്താണ് കുഴപ്പം? സർക്കാർ നിയമനം നൽകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിയമനം നൽകുന്നുണ്ടല്ലോ, പുതുതായിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് നിയമനം സർക്കാർ നൽകുന്നുണ്ടല്ലോ എന്ന് ന്യായീകരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഈ പിൻവാതിൽ നിയമനം കിട്ടുന്നതിന് ഒന്നെങ്കിൽ ആരെങ്കിലും കൈക്കൂലി കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആളാണ് എന്ന് ചമഞ്ഞെങ്കിലും അതിൻ്റെ കൂടെ നടക്കണം. അപ്പോഴാണ് നമുക്ക് നിയമനം കിട്ടാനുള്ള ഒരു കാര്യമുണ്ടാകുക. അല്ലെങ്കിൽ ശുപാർശകൾ, ഒരു സ്വാധീനമുള്ളവരുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ശുപാർശ ഉണ്ടെങ്കിൽ ഇത് കിട്ടുള്ളൂ. അപ്പോൾ മുന്നിലത്തെ വാതിൽ കൂടി ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ടെസ്റ്റൊക്കെ എഴുതി മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ വരാത്ത പുറകെ കൂടെ കയറുന്നവരാണ് പിൻവാതിൽ നിയമനം. അവർ കയറിയാൽ എന്താണ് കുഴപ്പം? കയറിയ കുഴപ്പം അവരവരെ നിയമിച്ച ആൾക്കാരുടെ പറയുന്നത് കേൾക്കും. നിയമിച്ച ആൾക്കാരുടെ അടിമകളെ പോലെ ജീവിതകാലം മുഴുവൻ അവിടെ ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതും ചെയ്യേണ്ടി വരും. അത് നാടിന് ഗുണകരമാണോ? അവർക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നാടിന് വേണ്ടി അല്ല അവർ പണി ചെയ്യുന്നത്. അവർക്ക് കിട്ടിയ ജോലി തന്ന ആളുടെ ഇഷ്ടമനുസരിച്ച്, അയാളുടെ അഭിലാഷം അനുസരിച്ച് പണിയും. അപ്പോൾ നമ്മുടെ നാട് താഴേക്ക് പോകും. അയാൾ പൈസ കൊടുത്തിട്ടാണ് കയറിയെങ്കിലോ, കയറിയതിനു ശേഷം അയാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അപ്പം നാട്ടുകാരുടെ അടുത്തൊക്കെ പിരിക്കുക എന്നുള്ളതൊക്കെ അയാൾ പ്രധാന ഉദ്ദേശം. മുടക്കുമതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കുക. അതാണ് പിൻവാതിൽ നിയമനത്തിന്റെ കുഴപ്പം. നാടിനാപത്താണ് ഈ പിൻവാതിൽ നിയമനം. രണ്ടാമത്, നമ്മൾ അഴിമതിയെ പറ്റി കേൾക്കാറുണ്ട്. ഈ വളരെ കാലമായിട്ട് നടക്കുന്ന 3 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു അഴിമതിയാണ് കരുവന്നൂർ ബാങ്ക്, ഇരിഞ്ഞാലക്കുടയുള്ള തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ ബാങ്കിലെ അഴിമതി. ഏകദേശം ഒരു 1000 പേര് പല വിധത്തില് പണം ഈ കരുവന്നൂർ ബാങ്ക് അല്ലെ സഹകരണ ബാങ്കിന് കൊടുത്ത ശേഷം അതിലൊരു 50 പേര് അത് അവരുടെ കൈകളിലേക്ക് പണം മാറ്റുന്നു. അപ്പോൾ തുല്യത എന്ന് പറയുന്നതിന് വിപരീതമാകുന്നു. 1000 പേര് ഈ പണം നിക്ഷേപമായിട്ടോ അല്ലാതെയൊക്കെ ഈ ബാങ്കിലേക്ക് ഇട്ടിരുന്നത് അവര് അതേ ലെവലിൽ തന്നെയൊക്കെ ജീവിക്കുന്നു. അതേസമയം ഇതിന്റെ ഭരണസമിതിയും അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ മേലാളന്മാരും ഒക്കെ ആയിട്ട് ഇപ്പോൾ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 50 പേരിലേക്ക് 1000 പേരുടെ പണം 50 പേരിലേക്ക് എത്തുമ്പോൾ തുല്യത എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിലുള്ള കാര്യം ഇല്ലാതെയാകുന്നു. അത് ഈ 50 ലക്ഷം നികുതിദായകര് നികുതി കൊടുക്കുന്ന പണം പല പദ്ധതികളായിട്ട് അതിൻ്റെ കമ്മീഷനായിട്ടും അല്ലെങ്കിൽ മാസപ്പടിയായിട്ടും ഒക്കെ ഒരു 5 ലക്ഷം ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാലും ഈ 50 ലക്ഷം ആൾക്കാരുടെ നികുതി പണം 5 ലക്ഷം ആൾക്കാരുടെ ഇതിലേക്ക് കമ്മീഷനായിട്ടും മാസപ്പടിയായിട്ടും മറ്റു വിധത്തിലുമൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേന് അതും അഴിമതിയാണ്. അപ്പോൾ തുല്യത വീണ്ടും പോകുന്നു. കുറച്ചു പേരുടെ പോക്കറ്റിലേക്ക് പൊതുജനങ്ങളുടെ പൈസ പോകുന്ന ഒരു മാർഗമാണ് അഴിമതി. അപ്പോൾ തുല്യത ഇല്ലാതാവുന്നു. നമ്മുടെ ഭരണഘടനയുടെ പ്രതീക്ഷകൾക്ക് നേരെ വിപരീത ദിശയിലാണ് ഈ അഴിമതി നമ്മളെ കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ നാടിന് നാശമാണ്. അടുത്ത ഒരു ഉദാഹരണം, നമ്മുടെ നാട്ടിലെ ഒരു വ്യവസ്ഥാപിത തൊഴിൽ മേഖലയായിട്ട് കള്ളക്കടത്തും കവാലയും ലഹരിക്കടത്തും അതുപോലെ മണ്ണ് അടിക്കല്, മണല് വാരല് ഇതൊക്കെ മാറിയിരിക്കുകയാണ്. കള്ളക്കടത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത് കേരളം വളരെ എല്ലാ ദിവസവും തന്നെ കേൾക്കാൻ പറ്റും. അവിടുന്ന് പിടിച്ചു, ഇവിടുന്ന് പിടിച്ചു. പിടിക്കാതെ എത്ര പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് അത് പിടിക്കുന്നവർ തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഹവാല, ലഹരിക്കടത്ത്, മണ്ണിന്റെ കടത്ത്, അതുപോലെ മണല് വാരല്, മണലിന്റെ മാഫിയ, ഇതെല്ലാം ഒരു വ്യവസ്ഥാപിത അംഗീകരിക്കപ്പെട്ട തൊഴിൽ മേഖലയാണ്. ചെറുപ്പക്കാർക്കൊക്കെ ജോലി കിട്ടുന്ന മേഖലയാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം അധപ്പതിച്ചിരിക്കുകയാണ്. വി ഫോൾ ടു ദ ലെവൽ ഓഫ് അവർ ട്രെയിനിങ്. നമ്മുടെ പരിശീലനത്തിൻ്റെ, സ്കൂളിൽ കിട്ടിയ പരിശീലനത്തിൻ്റെ അല്ലെങ്കിൽ കോളേജിൽ കിട്ടിയ പരിശീലനത്തിൻ്റെ ആ ലെവലിലേക്ക് നമ്മുടെ സമൂഹം താന്നിരിക്കുന്നു. നാലാമത്തെ ഏരിയ ഫ്രോഡുകൾ. എന്തെല്ലാം ടൈപ്പ് തട്ടിപ്പുകളാണ് നമ്മൾ കാണുന്നത്? വിസ തട്ടിപ്പ്, നിയമന തട്ടിപ്പ്, അതുപോലെ വ്യാജരേഖ ഉണ്ടാക്കൽ തട്ടിപ്പ്. വ്യാജരേഖ ഉണ്ടാക്കിയ ശേഷം കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കുക, അതുപോലെ ജോലി നേടുക, അങ്ങനെയുള്ള ഒരു വീണ്ടും വലിയ നേതാക്കന്മാരായിട്ട് പ്രസംഗിച്ച് നടക്കുക, അവരെ നമ്മുടെ ഭരണകൂടത്തിലുള്ള ചിലരൊക്കെ പിന്തുണയ്ക്കുക. അതുപോലെ എന്തെല്ലാം തട്ടിപ്പുകൾ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നു. ഒരു തേക്ക് മാഞ്ചിയം, അത് കഴിഞ്ഞ് കൂണുകട്ടിൽ തുടങ്ങി പല സ്വർണം തട്ടിപ്പ് ഒക്കെ, ടോട്ടൽ ഫോർ എന്നൊക്കെ ഇഷ്ടം പോലെ തട്ടിപ്പുകൾ നടക്കുന്നു. അപ്പോൾ ഈ തട്ടിപ്പിന് ഇരയായവരും ഈ തട്ടിപ്പ് നടത്തുന്നവരും ഒക്കെ നമ്മുടെ കേരളത്തിലെ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി, അതിനുശേഷം അതിൽ മിക്കവരും കോളേജിലും ഒക്കെ പഠിച്ച ശേഷം പുറത്തിറങ്ങി. അപ്പോൾ ഈ തട്ടിപ്പിനിരയാകുന്നവരുടെ ഒരു നിലവാരം, അവരുടെ ഒരു ബൗദ്ധിക നിലവാരം, അവരുടെ ചിന്ത, അല്ലെങ്കിൽ ഒരു ആർത്തി പണത്തോടുള്ള, അതുകൊണ്ടൊക്കെയാണല്ലോ പലരും പോയി കണിയിൽ വീഴുന്നത്. അപ്പോൾ അവരുടെ നിലവാരം, ഒരു തട്ടിപ്പ് നടത്തുന്നവരുടെ നിലവാരവും നമ്മുടെ സ്കൂളിൽ നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ പരിശീലനത്തിൻ്റെ ഒരു വീഴ്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അഴിമതി നമ്മുടെ സ്കൂളിൽ നൽകുന്ന പരിശീലനത്തിൻ്റെ വീഴ്ചയാണ്. പിൻവാതിൽ നിയമനം, അത് പിൻവാതിൽ നിയമനത്തിൽ കൂടെ ഞാൻ പോകാൻ വേണ്ടി അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ
പിന്നെ അതിൽ നടത്തുന്ന ഒരു വ്യവസ്ഥിതിയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ സ്കൂളിൽ കിട്ടിയ പരിശീലനത്തിൻ്റെ ഒരു വീഴ്ചയാണത്. അപ്പോൾ ഈ വീഴ്ച പരിശീലനത്തിൻ്റെ ഒരു ലെവലിലേക്ക് നമ്മൾ ഈ സമൂഹത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നെങ്കിലും ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്കൂളിൽ നമ്മൾ എന്ത് പഠിക്കുന്നു, കോളേജിൽ എന്ത് പഠിക്കുന്നു. സ്കൂളിലും കോളേജിലും നമ്മൾ എന്ത് പഠിക്കുന്നില്ല. സ്കൂളിലും കോളേജിലും നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ. ഒന്ന്, എങ്ങനെ വിദേശത്ത് എത്താം, എങ്ങനെയെങ്കിലും വിദേശത്തെത്തുക. അതാണ് പല സ്കൂളിലും കോളേജിലും പിള്ളേർ ഇപ്പോൾ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു പ്രയോറിറ്റി. രണ്ടാമത്തെ കാര്യം എങ്ങനെ പണം ഉണ്ടാക്കാം. മൂന്നാമത്തേത് എങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് എൻ്റെ കാര്യം നേടാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഇനി പഠിക്കാത്തത് എന്താണ്? ഈ സമൂഹത്തിലെ വ്യവസ്ഥിതികൾ ഓരോ ദിവസവും ജീർണിച്ച് വരുന്നത് തടയാൻ വേണ്ടി എന്തെങ്കിലും ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്വ പൗരനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അത് എന്തൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നില്ല, കോളേജിലും പഠിക്കുന്നില്ല. അതിൻ്റെ ദുരവസ്ഥയാണ് നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും വ്യക്തികളെ ഒരു വ്യക്തിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടുന്ന പരിശീലനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വീഴ്ചയാണ്. ദ ഫോൾ ദാറ്റ് വി ഒബ്സർവ് ഇൻ ദ ട്രെയിനിങ്. അപ്പോൾ നമ്മൾ ഈ ജീർണത ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മനുഷ്യർ നാടുവിടും. കുറച്ചുകൂടി നല്ല ഇത്രയും ജീർണത ഇല്ലാത്ത സമൂഹത്തിലേക്ക് മനുഷ്യർ പോകാൻ വേണ്ടി ശ്രമിക്കും. രണ്ടാമത് ശ്രമിക്കാതെ ഇവിടെ തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ രംഗം നമ്മുടെ സമൂഹത്തിലെ ജീർണതകൾ അവസാനിപ്പിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോഴത്തെ ലെവലിൽ ഉണ്ടാവില്ല. കാരണം അത് തുടങ്ങേണ്ടത് സ്കൂളുകളിൽ നിന്നാണ്. ബിക്കോസ് വി ഫോൾ ടു ദ ലെവൽ ഓഫ് അവർ ട്രെയിനിങ്. അത് തുടങ്ങിയാൽ ഗ്രാജുവലി ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് കൂടും. അപ്പോൾ ഈ സ്കൂളും കോളേജുകളിലെയും പല അഭ്യാസങ്ങളും ആഭാസങ്ങളും ആക്രോശങ്ങളും അത് വീണ്ടും നിരത്തുകളിലും നമ്മളുടെ സ്ഥാപനങ്ങളിലും അതുപോലെ മറ്റ് പൊതുസ്ഥലങ്ങളിലുമൊക്കെ ആവർത്തിക്കപ്പെടുമ്പോൾ, ഈ പറഞ്ഞ ആരവങ്ങളും ആക്രോശങ്ങളും പോർവിളികളും ആവർത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നുമാണ് ഇത് ഉടലെടുക്കുന്നത്.